കഴിഞ്ഞ ദിവസം ഞാനും ചേടക്കുട്ടനും ബീഫ് വാങ്ങിക്കാൻ പോയ കഥയല്ലേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കഥ പറഞ്ഞില്ലല്ലോ. ബീഫ് വാങ്ങിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ജേഡു പറയും അമ്മ എനിക്ക് എൽച്ചി വേണമെന്ന്. ജേഡു ഇറച്ചിക്ക് പറഞ്ഞ എൽച്ചിന്ന്. പക്ഷേ പുള്ളി പറഞ്ഞു തന്നാന്നറിയോ, പായസം എനിക്ക് പായസം. കൊച്ചൊരാഗ്രഹം പറഞ്ഞല്ലേ. ഞാൻ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഒരാളവിടെ കിടന്ന് ഭയങ്കര നൃത്യം. അങ്ങനെ ചേടക്കുട്ടിന് പായസമൊക്കെ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഇറച്ചി പരിപാടിയിലോട്ട് കയറിയേ. ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം കുക്കറി വേവിക്കാതെ കുറച്ച് സമയം എടുത്ത് ഇറച്ചി വേവിക്കാം. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് മൺചട്ടിക്കകത്ത് ഇറച്ചി വേവിക്കുമ്പോഴത്തെ ഒരു ശബ്ദമൊക്കെ കേൾക്കത്തില്ലേ, അതായിരുന്നു മനസ്സിലായി. ഞാൻ കുക്കർ എടുത്തെങ്കിലും അതിൻ്റെ വിസിലും അടപ്പൊന്നും വെച്ചില്ലേ. പക്ഷേ ഉണ്ടല്ലോ, ആ ഇറച്ചിക്ക് എൻ്റെ അപ്പൂപ്പനേക്കാളിലും പ്രായം ഉണ്ടായിരുന്നു. എത്ര സമയം ഇരുന്ന് വെന്തെന്നറിയോ. അങ്ങനെ ഇടയ്ക്കൊക്കെ ജസ്റ്റ് വന്ന് ചോദിച്ചു ഇറച്ചി ആയോ എന്ന്. അങ്ങനെ ഫൈനലി ഇറച്ചി വെന്തപ്പോൾ സമയം 12 മണി. എന്നാലും സാരമില്ല, ഉറങ്ങിക്കിടക്കുന്ന ജസ്റ്റ് വിളിച്ചെഴുന്നേൽപ്പിച്ച് നല്ല ഇറച്ചിക്കറിയും അപ്പവും കൊടുക്കാമെന്ന് വിചാരിച്ചു. സൈക്കോസിസിൻ്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ സൈക്കോസിസിൽ തുടങ്ങി ഇൻഫോസിസിൽ തീരുന്നൊരു പ്രത്യേകതരം മട്ടാണ് എനിക്ക്. അല്ലെങ്കിൽ ഒരാളൊരു ഭക്ഷണത്തിന് ആഗ്രഹം പറഞ്ഞാൽ സമയവും കാലമുണ്ടോ?